രാവിലെ നേരത്തെ തന്നെ എത്തി. ഒരു മണിക്കൂറായി എത്തി. വലിയ ആവേശമാണോ? ആവേശം തന്നെ. എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? നമ്മൾ പോളിംഗ് ഒക്കെ ഉയരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു മാറ്റം കാണണം എന്നുള്ള വിചാരവും. മണ്ഡലത്തിൻ്റെ ഒരു വികസനം തന്നെയാണ്. അതെ, വികസനം തന്നെ. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് യുവാവാണ് അപ്പോൾ എന്തായാലും ഒരു വികസനം വരണം, മാറ്റം വരണം മണ്ഡലത്തിൽ എന്നുള്ളത് തന്നെയാണ്. മാറ്റം വരണം തന്നെയാണ്. നല്ലൊരു ആവേശമാണ്. പോളിംഗ് ഇത്തവണ ഉയരാൻ സാധ്യതയുണ്ട് കേട്ടോ. രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും ഭയങ്കര തിരക്കാണ്. സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ പോളിംഗ് കൂടാൻ ചാൻസ് ഉണ്ട്. ജനങ്ങളുടെ ഭാഗത്തൊക്കെ അത്തരത്തിലൊരു അനുകൂല വികാരമാണ്. പോളിംഗ് രേഖപ്പെടുത്തണം, സമ്മതിദായ അവകാശം വിനിയോഗിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നതിനിടയ്ക്ക് വേഗം വന്ന് വോട്ട് ചെയ്ത് പോകാമെന്നാണ്. അതെ. ഇങ്ങനെയാണ് ഈ ഒരുപാട് വിവാദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. അതെല്ലാം ശരിയാണ്. എന്തായാലും ഒരു മാറ്റത്തിന് എന്താണ് വോട്ട് ചെയ്യാനുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ്. ഏതായാലും നല്ല തിരക്കാണ് കാണുന്നത്. രാവിലെ നേരത്തെ തന്നെ എത്തി. ഒരു അരമണിക്കൂറായി വന്നിട്ട്. ഇപ്പം ജോലിക്ക് പോകേണ്ടതാണ്. ഈ ക്യൂ ഇവിടെ ഭയങ്കര സ്ലോവാണ്. 34 നല്ല സ്പീഡുണ്ട്, 35 ഭയങ്കര സ്ലോ ആണ്. ജോലിക്ക് പോകേണ്ടതാണ്. വോട്ട് രേഖപ്പെടുത്തി വേണം പോകാനല്ലേ? വേഗം പോകണം, ജോലിക്ക് പോകേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുന്നത്? വലിയ വീറും വാശിയും നിറഞ്ഞു തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പാലക്കാട് ഒരു ഉജ്ജ്വലമായ ഒരു വീറും വാശിയാണ്. നല്ലൊരു സ്ഥാനാർത്ഥി വരണം. ആർക്കാണ്? ഒരു മാറ്റത്തിനാണോ വോട്ട്, വികസനത്തിനാണോ വോട്ട്, എന്താണ്? അത് പറയാൻ പറ്റില്ല. മാറ്റത്തിനെന്ന് പറയാൻ പറ്റില്ല, ഒരു തുടർച്ച എന്നൊന്നും അങ്ങനെയും പറയാൻ പറ്റില്ല. വികസനമാണോ? വികസനം പാലക്കാട്. അതുതന്നെയാണ്. ഏതായാലും മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഉൾപ്പെടെ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് വോട്ടർമാർ പ്രതികരിക്കുന്നത്. പലരും മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടായിരിക്കുമെന്ന് പ്രതികരിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഏതായാലും നേരത്തെ വോട്ടർമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ രാവിലെ തന്നെ എല്ലാവരും എത്തി വോട്ട് രേഖപ്പെടുത്തി പെട്ടെന്ന് തന്നെ ജോലിക്കും മറ്റുമൊക്കെ കയറേണ്ട ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് രേഖപ്പെടുത്തി തിരിച്ച് ജോലിക്കും മറ്റും പ്രവേശിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സ്ത്രീകൾക്കൊക്കെ വീട്ടിലെ മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ചിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ ചെറിയ താമസം വരുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഒരു വോട്ടർ പറഞ്ഞു. 34 സ്പീഡിലായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്, 35 കുറച്ച് സ്ലോ ആണ് എന്ന തരത്തിലുള്ള പരാതികൾ പറയുന്നുണ്ട്. വീണ്ടും